शांति शांति ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। तुम हो कौन, कहाँ से आए, अपने आप को जानो। राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति ओम शांति ओम शांति। ഓം ശാന്തി. ഇന്ന് 24/2/2025 प्रभात मुरली। बाबा कहते हैं, मीठे बच्चे, यह रूहानी हॉस्पिटल तुम्हें आधा कल्प के लिए एवर हेल्थी बनाने वाली है। यहाँ तुम देही अभिमानी होकर बैठो. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഈ ആത്മീയ ഹോസ്പിറ്റൽ നിങ്ങളെ പകുതി കൽപ്പത്തേക്ക് എവർ ഹെൽത്തിയാക്കി മാറ്റുന്നതാണെന്ന് പറയാ ബാബ. ഇവിടെ നിങ്ങൾ ദേഹി അഭിമാനിയായിട്ട് ഇരിക്കണം എന്ന് ബാബ പറയാം. പ്രശ്ന, ദന്ത ആദി കർത്തെ ഭി कौन सा डायरेक्शन बुद्धि में याद रहना चाहिए. അപ്പോൾ ബാബ ഒന്ന് ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ജോലികളെല്ലാം ചെയ്തുകൊണ്ടും നിങ്ങൾ ബാബയുടെ ഏതൊരു ഡയറക്ഷനാണ് ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് ബാബ ചോദിക്കുക. ഉത്തർ, बाप का डायरेक्शन है तुम किसी साकार व आकार को याद नहीं करो. एक बाप की याद रहे तो വികർമ്മ വിനാശ് ഹോ. അപ്പോൾ ബാബ പറയാണ്, ബാബയുടെ ഡയറക്ഷൻ എന്താണ്? നിങ്ങൾ
സാകാരത്തെയോ അല്ലെങ്കിൽ ആകാരത്തെയോ ഒന്നും ഓർമ്മിക്കരുത്. ഒരേ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കൂ, എങ്കിലേ വികർമ്മം വിനാശമാകൂ. ഇസ്മേം കോയി യേ നഹി കർ സക്താ ഹി ഫുർസത്ത് നഹി. ഈ ഒരു കാര്യത്തിൽ ബാബ പറയണത് ആർക്കും ഇങ്ങനെ പറയാൻ സാധിക്കില്ല, അതായത് സമയമില്ല എന്ന്. സബ് കുച്ച് കർത്തേ ബി യാദ് മേം രഖ് സക്തേ ഹോ. ബാബ എന്താ പറയുന്നത്? എല്ലാം ചെയ്തുകൊണ്ടും ഓർമ്മയിലിരിക്കാൻ സാധിക്കുമെന്ന് ബാബ പറയാം. അല്ലാതെ സമയമില്ല എന്നൊന്നും ഈ ഒരു കാര്യത്തിൽ പറയാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. ഓം ശാന്തി. മീठे मीठे रूहानी बच्चों प्रति बाप का गुड മോർണിംഗ്. മധുരമധുരമായ ആത്മീയ കുട്ടികളെ പ്രതി ബാബ ഗുഡ് മോർണിംഗ് പറയാണ്. गुड मॉर्निंग के बाद बच्चों को कहा जाता है बाप को याद करो. ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞതിന് ശേഷം ബാബ എന്താ കുട്ടികളോട് പറയുന്നത്? ബാബയെ ഓർമ്മിക്കൂ. ബുലാത്തെ ബി ഹേ പതീത് പാവൻ ആക്കർ പാവൻ ബനാവോ. तो बाप पहले पहले ही कहते हैं रूहानी बाप को याद करो. അപ്പം ബാബ പറയാണ്, നമ്മൾ വിളിക്കുന്നുണ്ട്, ബാബയെ വിളിക്കുന്നുണ്ടല്ലോ, അല്ലയോ പതീത പാവന, വരൂ, വന്ന് പാവനമാക്കൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കുട്ടികൾ. അപ്പം ബാബ നമ്മളോട് ആദ്യമേ തന്നെ എന്താ പറയുന്നത്? ആത്മീയ കുട്ടികളെ നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ, ആത്മീയ പിതാവിനെ ഓർമ്മിക്കൂ എന്ന് ബാബ ആദ്യം നമ്മളുടെ അടുത്ത് പറയാണ്. റുഹാനി ബാപ്പ് തോ സബ്കാ ഏക് ഹി ഹെ. ആത്മീയ അച്ഛൻ എല്ലാവരുടെയും ഒന്ന് തന്നെയാണ് എന്ന് ബാബ പറയാം. ഫാദർ കോ കബി സർവവ്യാപി നഹി മാനാ ജാതാ ഹെ. അപ്പോൾ അച്ഛനെ ഒരിക്കലും സർവവ്യാപി എന്ന് പറയാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. തോ ജിത്തനാ ഹോ സകെ ബच्चे പഹലെ പഹലെ ബാപ്പ് കോ യാദ് കരോ. कोई भी सागार व आगार को याद नहीं करो सिवाई एक बाप के. അപ്പോൾ ബാബ എന്താ പറയുന്നത്? നിങ്ങൾ കുട്ടികളെ, നിങ്ങൾ ആദ്യം ബാബയെ ഓർമ്മിക്കൂ, അല്ലാതെ സാകാരത്തിലുള്ളവരെയോ ആകാരത്തിലുള്ളവരെയോ അല്ല ഓർമ്മിക്കേണ്ടത്. ഒരേ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കൂ. അത് എത്ര നിങ്ങൾക്ക് സാധിക്കുന്നുവോ അത്രയും നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ എന്ന് ബാബ പറയാം. യഹ് തോ ബിൽക്കുൽ സഹജ് ഹേന. അപ്പം ബാബ പറയുന്നത് ഇത് വളരെ സഹജമായ കാര്യമല്ലേ എന്ന് ബാബ ചോദിക്കാം. മനുഷ്യ കഹത്തെ ഹേ ഹം ബിസി രഹത്തെ ഹേ ഫുർസത്ത് നഹി. അപ്പം മനുഷ്യരെന്താ പറയുക? ഞങ്ങൾ വളരെ ബിസിയാണ്, ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു അറിയാം ബാബ. ബാപ്പ് യുക്തി ബത്തലാത്തെ ഹേ യഹ് ബി ജാൻത്തെ ഹോ ബാപ്പ് കോ യാദ് കർണേ സേ ഹി ഹമാരെ പാപ് ഭസ്മ ഹോഗേ. അപ്പം ബാബയും നമുക്ക് യുക്തി പറഞ്ഞു തരാണ്. അതായത് നിങ്ങൾക്കറിയോ കുട്ടികളെ, അതായത് ബാബയെ ഓർമ്മിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ പാപം ഭസ്മമാകൂ. മുഖ്യ ബാത്ത് ഹേ യഹ്. ഇതാണ് മുഖ്യമായ കാര്യം. കാരണം ബാബയെ ഓർമ്മിക്കുക, അതാണ് മുഖ്യമായ കാര്യം. അതിലൂടെ തന്നെയാണ് നമ്മളുടെ പാപം ഭസ്മമാകുന്നതെന്ന് ബാബ പറയാം. ദന്തേ ആദിക്ക് കോയി മനാ നഹി ഹേ. നിങ്ങൾ ജോലി വേലകളെല്ലാം ചെയ്തോളൂ, അതിനൊന്നും ബാബ എതിര് നിൽക്കുന്നില്ല. വഹ് സബ് കർത്തേ ഹുയേ സിർഫ് ബാപ്പ് കോ യാദ് കരോ തോ വികർമ്മ വിനാശ് ഹോ. ബാബ പറഞ്ഞു, നിങ്ങളതെല്ലാം ചെയ്തോളൂ, അതെല്ലാം ചെയ്തുകൊണ്ടും കേവലം ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മമെല്ലാം വിനാശമാകും. യഹ് തോ സമജ്തേ ഹേ ഹം പതീത് ഹേ സാധു സന്ത് ഋഷി മുനി ആദി സബ് സാധന കർത്തേ ഹേ. ഇതും മനസ്സിലാക്കുന്നുണ്ട് കുട്ടികൾ, അതായത് നമ്മൾ പതീതമാണ് എന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ സാധു സന്യാസിമാർ, ഋഷിമുനിമാർ അവരെല്ലാം തപസ്യൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. സാധനാക്കി ജാതി ഹേ ഭഗവാൻ സെ മിൽനേക്ക്. അതായത് തപസ്യയും സാധനയൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ഭഗവാനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയാം ബാബ. सो जब तक उनका परिचय ना हो तब तक तो मिल नहीं सकते. അപ്പോൾ ബാബ പറയുന്നത് ഏതുവരെ ഭഗവാന്റെ പരിചയമില്ലയോ അതുവരെ ഭഗവാനുമായിട്ടുള്ള മിലനം സാധിക്കില്ല എന്ന് ബാബ പറയാം. തും ജാൻതേ ഹോ ബാപ്പ് കാ പരിചയ് ദുനിയാമേം കോയി കോ ബി നഹി ഹേ. അപ്പോൾ ബാബ പറയാണ്, നിങ്ങൾക്കറിയോ ഈ ബാബയുടെ പരിചയം ഈ ലോകത്തിൽ വേറെ ആർക്കും ഇല്ല എന്ന് ബാബ പറയാം.
ദേഹക്കാ പരിചയത്തോ സബ്കോ ഹെ, ദേഹത്തിൻ്റെ പരിചയമൊക്കെ എല്ലാവർക്കുമുണ്ട്. ബഡി ചീസുക്കാ പരിചയ് ജഡ് ഹോ ജാത്താ ഹെ, വലിയ വസ്തുക്കളുടെയൊക്കെ പരിചയം വേഗത്തിൽ ലഭിക്കുമെന്ന് പറയാ ബാബ. ആത്മാക്കാ പരിചയത്തോ ജബ് ബാപ്പ് ആയേ തബ് സമജായേ. അപ്പം ബാബ പറയുന്നത് ആത്മാവിൻ്റെ പരിചയം എന്ന് പറയുന്നത് എപ്പോഴാണോ ബാബ വരുന്നത് അപ്പോഴാണ് ആത്മാവിൻ്റെ പരിചയം മനസ്സിലാകുന്നത് എന്ന് ബാബ പറയാം. ആത്മാ ഓർ ശരീർ ദോ ചീസേ ഹെ, ആത്മാവും ശരീരവും എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കളാണ്. ആത്മാ ഏക് സ്റ്റാർ ഹെ ഓർ ബഹുത്ത് സൂക്ഷ്മ ഹെ. ബാബ പറയാണ് ആത്മാവ് എന്ന് പറയുന്നത് ഒരു നക്ഷത്രം പോലെയാണ്, വളരെ അതിസൂക്ഷ്മമാണ് എന്ന് പറയാം. ഉൻകോ കോയി ദേഖ് നഹി സക്തെ, ആത്മാവിനെ ആർക്കും കാണാൻ കഴിയില്ല എന്ന് ബാബ പറയാം. തോ യഹാം ജബ് ആക്കർ ബൈഠത്തെ ഹൈ തോ ദേഹി അഭിമാനി ഹോക്കർ ബൈഠ്നാ ഹേ. അപ്പം ബാബ പറഞ്ഞത് എപ്പോഴെല്ലാം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുവോ അപ്പോഴെല്ലാം ദേഹി അഭിമാനിയായിട്ടിരിക്കൂ എന്ന് പറയാം ബാബ. യഹ് ബി ഏക് ഹോസ്പിറ്റൽ ഹേന, ഇതും ഒരു ഹോസ്പിറ്റൽ അല്ലേ എന്ന് ബാബ ചോദിക്കാം. ആദാ കൽപ്പ് കേലിയെ എവർ ഹെൽത്തി ഹോനെ ഹേ. അപ്പോൾ ബാബ പറയുന്നത് അരക്കൽപ്പത്തേക്ക് നിങ്ങൾ എവർ ഹെൽത്തി ആക്കി നിങ്ങളെ മാറ്റുന്നതിനുള്ള ഹോസ്പിറ്റലാണിത്. ആത്മാ തോ ഹേ അവിനാശി കബി വിനാശ് നഹി ഹോത്തി. ബാബ പറയാണ് ആത്മാവെന്ന് പറയുന്നത് അവിനാശിയാണ്, ഒരിക്കലും ആത്മാവിന് വിനാശം സംഭവിക്കില്ല. ആത്മാക്കാഹി സാര പാർട്ട് ഹേ, ആത്മാവിൽ തന്നെയാണ് മുഴുവൻ പാർട്ടുമുള്ളത് എന്ന് ബാബ പറയാം. ആത്മാ കഹത്തി ഹേ മേ കബി വിനാശ് കോ നഹി പാത്തി ഹോം, ആത്മാവ് തന്നെയാണ് പറയുന്നത് എനിക്ക് ഒരിക്കലും വിനാശം സംഭവിക്കുന്നില്ല എന്ന് ആത്മാവ് തന്നെയാണ് പറയുന്നത്. ഇത്തിനി സബ് ആത്മായേ അവിനാശി ഹേ, ഇത്രയും അധികം ഉണ്ടല്ലോ, ഈ എല്ലാ ആത്മാക്കളും അവിനാശിയാണ് എന്ന് ബാബ പറയാം. ശരീർ ഹേ വിനാശി, ശരീരം വിനാശിയാണ്. അബ് തുമാരി ബുദ്ധി മേ യഹ് ബൈഠാ ഹുവാ ഹേ കി ഹം ആത്മാ അവിനാശി ഹേ. അപ്പോൾ ബാബ പറയാണ് ഇപ്പം നിങ്ങളുടെ ബുദ്ധിയിൽ ഇതിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്, എന്ത്, ഞങ്ങൾ ആത്മാക്കൾ അവിനാശിയാണ് എന്ന കാര്യം നമ്മൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട് എന്ന് ബാബ പറയാം. ഹം 84 ജന്മ ലേത്തേ ഹേ യഹ് ഡ്രാമ ഹേ. ബാബ പറയുന്നത് നമ്മൾ 84 ജന്മം എടുക്കുന്നുണ്ട്, ഇത് നാടകമാണ് എന്ന് ബാബ പറയാം. ഇസ്മേം ധർമ്മ സ്ഥാപക് കോൻ കോൻ കബ് ആത്തെ ഹേ കിത്തനെ ജന്മ ലേത്തെ ഹോഗെ യഹ് തോ ജാൻതേ ഹോ. ബാബ പറയുന്നത് ഈ ഡ്രാമയിൽ ധർമ്മസ്ഥാപകർ ആരൊക്കെയുണ്ട്, അവരെപ്പോഴൊക്കെ വരുന്നു, അവരെത്ര ജന്മങ്ങൾ എടുക്കുന്നു, അതെല്ലാം അറിയാൻ കഴിയുന്നു എന്ന് പറയാം ബാബ. 84 ജന്മ ജോ ഗായേ ജാത്തേ ഹേ സരൂർ കിസി ഏക് ധർമ്മ കെ ഹോഗേ. അപ്പം ബാബ പറയുന്നത് 84 ജന്മം എന്ന ഒരു മഹിമ പാടുന്നത് അത് എന്ത് തന്നെയായാലും ഒരു ധർമ്മത്തിന് ഉള്ള മഹിമയാണെന്ന് പറയാം. അതായത് നമുക്കറിയാം ആദി സനാതന ദേവി ദേവത ധർമ്മത്തിൽ അതിൽ വരുന്നവർക്കാണ് ശരിക്കും 84 ജന്മം പൂർണ്ണമായിട്ട് എടുക്കാൻ സാധിക്കുന്നത്. അപ്പം അതാ പറയുന്നത് ബാബ അത് ഒരേയൊരു ധർമ്മത്തിൻ്റെ മഹിമയാണ് എന്ന് പറയാം ബാബ. സബി കേത്തോ ഹോ നാ സകേ, എല്ലാ ധർമ്മക്കാർക്കും ഈ ഒരു മഹിമ ഉണ്ടായിരിക്കില്ല, അതായത് 84 ജന്മം എടുക്കുക എന്നുള്ള മഹിമ എല്ലാ ധർമ്മത്തിനും ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. സബ് ധർമ്മ ഇക്കട്ടേത്തോ ആത്തേ നഹി, അതുപോലെ തന്നെ എല്ലാ ധർമ്മത്തിലും ഉള്ളത് ഒരുമിച്ച് വരില്ലല്ലോ, ഓരോ ധർമ്മത്തിനും ഓരോരോ സമയമുണ്ട്, ആ സമയം അനുസരിച്ചിട്ടാണ് അതാത് ധർമ്മസ്ഥാപകർ വരുന്നതും അതാത് ധർമ്മം സ്ഥാപിക്കുന്നതും, അല്ലാതെ എല്ലാം ഒരുമിച്ച് വരില്ല എന്ന് ബാബ പറയാം. ഹം ദൂസരോം കാ ഹിസാബ് ക്യൂം ബൈഠ് നിക്കാലേ. ബാബ പറയുന്നത് നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ കണക്കൊക്കെ എടുക്കുന്നത് എന്ന് ബാബ ചോദിക്കുക. ജാൻതേ ഹേ ഫലാനെ ഫലാനെ സമയ പർ ധർമ്മ സ്ഥാപൻ കർണേ ആത്തേ ഹേ. നമുക്കറിയാം ഇന്ന ആള് സമയമനുസരിച്ച് അതാത് ധർമ്മം സ്ഥാപിക്കാൻ വരും എന്നുള്ള കാര്യം നമുക്കറിയാം. ഉസ്കി ഫിർ വൃദ്ധി ഹോത്തി ഹേ. ബാബ പറയുന്നത് പിന്നീട് ആ ധർമ്മത്തിൻ്റെ വൃദ്ധി വരും. ഇത് ഏത് ധർമ്മസ്ഥാപകരാണോ വരുന്നത് അതിനുശേഷം പിന്നെ ആ ധർമ്മത്തിൻ്റെ വൃദ്ധി ഉണ്ടാകുമെന്ന് ബാബ പറയാം. സബ് സദോ പ്രധാൻ സേ തമോ പ്രധാൻ തോ ഹോനെ ഹി ഹേ. ബാബ പറയുന്നത് എല്ലാവരും
തീർച്ചയായിട്ടും സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായിട്ട് മാറുക തന്നെ വേണമെന്ന് പറയാ ബാബ. ദുനിയ ജബ് തമോ പ്രധാൻ ഹോത്തി ഹേ തബ് ഫിർ ബാബ് ആക്കർ സതോ പ്രധാൻ സത്യുഗ് ബനാത്തെ ഹേ. ബാബ പറയുന്നത് ലോകം എപ്പോഴാണോ തമോ പ്രധാനമായി മാറുന്നത് അപ്പോഴാണ് ബാബ വീണ്ടും വന്ന് സതോ പ്രധാന സത്യയുഗം സ്ഥാപിക്കുന്നത്. അഭി തും ബच्चे जानते हो हम भारतवासी ही फिर नई दुनिया में आकर राज्य करेगा और कोई ധർമ്മ നഹി ഹോഗ. ബാബ പറയുന്നത് ഇപ്പം നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി നമ്മൾ ഭാരതവാസികൾ തന്നെയാണ് വീണ്ടും പുതിയ ലോകത്തിലേക്ക് വന്ന് രാജ്യം ഭരിക്കുന്നത്. ആ ഒരു സമയത്ത് വേറൊരു ധർമ്മം ഉണ്ടാവുക തന്നെയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ബാബ നമുക്ക് മനസ്സിലാക്കി തന്നുല്ലോ. तुम बच्चों में भी जिनको ऊंच मर्तबा लेना है वह जास्ती याद में रहने का पुरुषार्थ करते हैं और समाचार भी लिखते हैं कि बाबा हम इतना समय याद में रहता हो. ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികളിൽ ആരാണോ ഉയർന്ന പദവി നേടുന്നത് അവർ അത്രയും തീവ്രമായി ബാബയുടെ ഓർമ്മയിലിരിക്കാനുള്ള പുരുഷാർത്ഥവും ചെയ്യും. അതുകൂടാതെ അതാത് കാര്യങ്ങൾ വാർത്തകളെല്ലാം ബാബയെ എഴുതിയറിയിക്കുകയും ചെയ്യും. അതായത് ബാബ ഞങ്ങൾ ഇത്ര സമയം ഓർമ്മയിലിരുന്നു അങ്ങനെയുള്ള ചാർട്ടും അതുപോലുള്ള വാർത്തകളെല്ലാം ബാബയെ എഴുതിയറിയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, തീവ്രമായിട്ട് ബാബയുടെ ഓർമ്മയിലിരിക്കാനുള്ള പുരുഷാർത്ഥവും ചെയ്യും. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് വളരെ ഉയർന്ന പദവി നേടാന്ന് ബാബ പറയാം. കൈത്തോ പൂരാ സമാചാർ ലജ്ജാക്കെ മാരെ ദേത്തെ നഹി. ചില കുട്ടികളാണെങ്കിലോ മുഴുവനായിട്ടുള്ള വാർത്തയൊന്നും ലജ്ജ കാരണം ബാബയെ എഴുതി അറിയിക്കുന്നില്ല. കാരണം ചിലപ്പോൾ ഓർമ്മിച്ചിട്ടുണ്ടാവില്ല. അപ്പം എങ്ങനെ ബാബയെ എഴുതി അറിയിക്കും? അങ്ങനെയൊക്കെ. അതായത് സമജ്തേ ഹേ ബാബ ക്യാ കഹേങ്കെ, ബാബ എന്ത് വിചാരിക്കും, ബാബ എന്ത് പറയും എന്നൊക്കെ കരുതിയിട്ട് മുഴുവനായിട്ടുള്ള വാർത്തകളൊന്നും എഴുതി അറിയിക്കാത്ത കുട്ടികളുമുണ്ടെന്ന് ബാബ പറയാം. പരന്തു മാലൂം തോ പട്ടാ ഹേന. അപ്പോൾ ബാബ പറയുന്നത് എന്തായാലും അറിയാൻ സാധിക്കുമല്ലോ എന്ന് ബാബ പറയാം. സ്കൂൾ में टीचर स्टूडेंट्स को कहेंगे ना कि तुम अगर पढ़ेंगे नहीं तो फेल हो जाएंगे. അപ്പോൾ ബാബ പറയുന്നത് സ്കൂളിലും അങ്ങനെ തന്നെയാണല്ലോ. ടീച്ചേഴ്സ് കുട്ടികളോട് സ്റ്റുഡൻസിനോട് എന്താ പറയുക, നിങ്ങൾ അഥവാ പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തോറ്റു പോകും എന്ന് പറയാറുണ്ടല്ലോ എന്ന് പറയാം. ലൗകിക് മാ ബാപ്പ് ബി ബച്ചേക്ക് പടായി സെ സമജ് ജാത്തേ ഹേ. ലൗകികത്തിലെ മാതാപിതാക്കൾക്കും എന്തറിയാൻ കഴിയും, കുട്ടികളെ പഠിക്കുന്നത് എത്രമാത്രം ഉണ്ട്, അവർക്ക് എത്ര മാർക്ക് ലഭിക്കും, തോറ്റു പോകുമോ ജയിക്കുമോ എന്നുള്ള കാര്യം ലൗകികത്തിലെ മാതാപിതാക്കൾക്കും അറിയാൻ സാധിക്കും. അതുപോലെ ടീച്ചേഴ്സിനും അറിയാലോ. അതാണ് ബാബ പറയുന്നത്. യഹ്തോ ബഹുത്ത് ബഡാ സ്കൂൾ ഹേ. ബാബ പറയുന്നത് ഇതാണെങ്കിലോ വളരെ വലിയ സ്കൂളാന്ന് പറയാം. യഹാം തോ നമ്പർ വാർ ബിട്ടായ നഹി ജാത്താ ഹെ. ഇവിടെ നമ്പർ പ്രകാരമൊന്നും ഇരുത്താൻ സാധിക്കില്ല എന്ന് പറയാ ബാബ. ബുദ്ധി സെ സമജാ ജാത്താ ഹെ നമ്പർ വാർ തോ ഹോത്തേ ഹി ഹേ നാ. അതായത് ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും നമ്പർ വാർ തന്നെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നമ്പർ അനുസരിച്ച് ഈ ഒരു സ്കൂളിൽ ഇരുത്താൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. അബ് ബാബ അച്ഛേ അച്ഛേ ബച്ചോം കോ कहाँ भेज देते हैं वह फिर चले जाते हैं तो दूसरे लिखते हैं हमको महारथी चाहिए तो ज़रूर समझते हैं वह हमसे होशियार नामी ग्रामी है. അപ്പം ബാബ പറയുന്നത് നല്ല നല്ല കുട്ടികളെയൊക്കെ ബാബ പലയിടത്തും അയക്കാറുണ്ട്. അപ്പം അവരിങ്ങനെ പോകുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ ബാബയ്ക്ക് എഴുതും, ബാബ ഞങ്ങൾക്കും മഹാരഥി കുട്ടികളെ വേണമെന്നുള്ള കാര്യം എഴുതും. കാരണം അവരും എന്താ മനസ്സിലാക്കുന്നത്, ഇന്ന ഇന്ന ആൾക്കാർ വളരെ ഞങ്ങളെക്കാളും വളരെ സമർത്ഥരാണ്. അപ്പം അവരും ഞങ്ങളുടെ സെൻറ്ററിലേക്ക് വരാനും വന്ന് ക്ലാസ് എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവരും ബാബയ്ക്ക് ലെറ്റർ എഴുതും, മഹാരഥികളെ വേണം എന്നൊക്കെ പറഞ്ഞ്. കാരണം അറിയാൻ സാധിക്കുമല്ലോ ഇന്നയാൾ വളരെ സമർത്ഥനാണ്, പറഞ്ഞു കൊടുക്കുന്നത് കാര്യത്തിലൊക്കെ വളരെ സമർത്ഥരാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതാണ് ബാബ പറയുന്നത്. നമ്പർ വാർ തോ ഹോത്തേ ഹേന. അപ്പം ബാബ പറയുന്നത് തീർച്ചയായും നമ്പർ വാർ ആയിരിക്കുമല്ലോ എന്ന് ബാബ പറയാം. പ്രദർശനി മേ ബി അനേക പ്രകാർ കെ ആത്തേ ഹേ തോ ഗൈഡൻസ് ബി ഖഡേ രഹനെ ചാഹിയേ ജാഞ്ച് കർണേ കെ ലിയേ.
ബാബ പറയുന്നത് പ്രദർശനിയിലും പല പ്രകാരത്തിലുള്ള ആളുകൾ വരും. അപ്പോൾ ഗൈഡായിട്ട് ഒരാൾ അവിടെ നിർത്തേണ്ടത് ആവശ്യമാണ്, കാരണം അവരെ പരിശോധിക്കുന്നതിനായിട്ട്. റിസീവ് കർണേ വാലേ തോ ജാൻതേ ഹേ യഹ് കിസ് പ്രകാർ കാ ആദ്മി ഹേ. അതായത് അവരെ സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ വെൽക്കം ചെയ്യാനായിട്ട് നിർത്തുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വരുന്ന ആളുകൾ ഏത് പ്രകാരത്തിലുള്ള ആളുകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു ബാബ പറയാം. തോ ഉൻകോ ഫിർ ഇഷാര കർണ ചാഹിയേ കി ഇൻകോ തും സമജാവോ. അവർക്ക് സൂചന കൊടുക്കാൻ കഴിയും മറ്റുള്ളവർക്ക്, ഇന്ന ആളുകൾക്ക് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കൂ, കാരണം ഏത് പ്രകാരത്തിലുള്ള ആളുകളാണ് വരുന്നതെന്നൊക്കെ ഈ റിസീവ് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ അവർക്ക് മറ്റുള്ളവർക്ക് സൂചനയും കൊടുക്കാൻ സാധിക്കും, ഇന്ന ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചനയിലൂടെ നൽകാൻ സാധിക്കുമെന്ന് ബാബ പറയാം. തും ഭി സമജ് സക്തേ ഹോ ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് സബ് ഹേ. അപ്പം ബാബ പറയുന്നത് നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഫസ്റ്റ് ഗ്രേഡിലുള്ള ആളുകളുണ്ടാവും, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡിലൊക്കെയുള്ള ആളുകളുണ്ടായിരിക്കുമല്ലോ. യഹാം തോ സബ് കി സർവീസ് കർണി ഹി ഹേ. ഇവിടെയാണെങ്കിൽ നമ്മൾ ഏത് ഗ്രേഡിലുള്ള ആളുകളാണെങ്കിലും എല്ലാവരുടെയും സേവനം നമ്മൾ ചെയ്യണം എന്ന് ബാബ പറയാം. कोई बड़ा आदमी है तो ज़रूर बड़े आदमी की खातिरी तो सब करते ही है. അപ്പോൾ ബാബ പറയുന്നത് ഇപ്പോൾ വളരെ ഉയർന്ന പദവിയിലൊക്കെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും അവരെ വളരെ നല്ല രീതിയിൽ സത്കരിക്കാറുണ്ടല്ലോ എന്ന് ബാബ പറയാം. യഹ് കായിദ ഹേ, അത് നിയമമാണ്. ഉയർന്ന പദവിയിലുള്ള ആളുകളൊക്കെ വരുമ്പോൾ അവരെ നല്ല രീതിയിൽ സത്കരിക്കുക എന്ന് പറയുന്നത് നിയമമാണല്ലോ. बाप अथवा टीचर बच्चों की क्लास में महिमा करते हैं, यह भी सबसे बड़ी खातिरी है. അപ്പോൾ ബാബ പറയുന്നത് ബാബയും അല്ലെങ്കിൽ ടീച്ചറൊക്കെ ബാബ പറയുന്നത് വലിയ വലിയ നല്ല നല്ല കുട്ടികളുടെ മഹിമ ചെയ്യാറുണ്ടല്ലോ, അതും ഒരു സത്കാരമാണ്, വളരെ വലിയൊരു സത്കാരമാണല്ലോ. കാരണം നല്ല നല്ല പഠിക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ അവരെ മഹിമ ചെയ്യാറുണ്ട് ടീച്ചേഴ്സൊക്കെ. അപ്പം അതും വളരെ ഉയർന്ന സത്കാരം തന്നെയാണെന്ന് ബാബ പറയാം. നാം നിക്കൽനെ വാലെ ബച്ചോം കി മഹിമ അഥവാ കാത്തിരി കി ജാതി ഹേ. ചില കുട്ടികൾ നല്ല പേരെടുക്കും അല്ലേ, നല്ല പഠിപ്പിലും അല്ലെങ്കിൽ പല പല കാര്യങ്ങളിലും നല്ല പേരെടുക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവരുടെയും മഹിമ അല്ലെങ്കിൽ ഒരു സത്കാരം എന്തായാലും ചെയ്യുമല്ലോ എന്ന് ബാബ പറയാം. ഫലാന ധനവാൻ ഹേ, റിലീജിയസ് മൈൻഡഡ് ഹേ, യഹ് ബി കാത്തിരി ഹേന. അപ്പോൾ പറയും ഇന്ന ആൾ വളരെ ധനവാനാണ്, അല്ലെങ്കിൽ ഇന്ന ആൾ വളരെ ധാർമ്മിക മൂല്യബോധമുള്ളവരാണ്, അങ്ങനെയൊക്കെ പറയൂല്ലോ. അപ്പോൾ ബാബ പറയുന്നത് ഇതും മഹിമയാണ്, ഇതും നല്ലൊരു സത്കാരമാണ് എന്ന് ബാബ പറയാം. അബി തും യഹ് ജാൻതേ ഹോ ഊഞ്ചത്തെ ഊഞ്ച് ഭഗവാൻ ഹേ. ഇപ്പം നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി ഉയർന്നതിലും ഉയർന്നത് ഭഗവാനാണ്. കഹ്തേ ബി ഹേ ബരോബർ ഊഞ്ചത്തെ ഊഞ്ച് ഹേ, പരന്തു ഫിർ ബോലോ ഉൻകി ബയോഗ്രഫി ബത്താവോ തോ കഹ് ദേങ്കെ സർവവ്യാപി ഹേ. അപ്പം ബാബ പറയുന്നുണ്ട് ഉയർന്നതിലും ഉയർന്നതാണെന്ന്. പക്ഷെ ബാബ പറയാണ് ഭഗവാന്റെ ജീവചരിത്രം പറയുകയാണെങ്കിൽ എന്ത് പറയും എല്ലാവരും, അതായത് സർവവ്യാപിയാണ്. അപ്പം ബാബ പറയുന്നത് ബസ് ഏക് ദം നീച്ചേ കർ ദേത്തേ ഹേ, അതായത് ഒറ്റയടിക്ക് അങ്ങോട്ട് താഴ്ത്താണ് ചെയ്യുന്നത്. സർവ്വവ്യാപി എന്ന് പറയുന്നത് ബാബ എപ്പോഴും പറയാറുണ്ടല്ലോ, സർവ്വവ്യാപി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ അത്രയും ഗ്ലാനി ചെയ്യുകയാണ് എന്ന് ബാബ പറയാറുണ്ടല്ലോ. അതാ ബാബ പറയുന്നത്. ബാബേനെ ഉയർന്നതിലും ഉയർന്നതാണെന്ന് പറയും. പിന്നീട് ജീവചരിത്രം പറഞ്ഞാൽ പറയും എന്താണ്, ഭഗവാൻ സർവ്വവ്യാപിയാണ് എന്ന് പറയും. ബാബ പറയുന്നത് നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ താഴെയിടാന്ന് പറയാം. അബ് തും സമജാ സക്തേ ഹോ സബ്സെ ഊഞ്ചേത്തെ ഊഞ്ച് ഹേ ഭഗവാൻ വഹ് ഹേ മൂൽവദൻ വാസി. ഇപ്പം നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി ഉയർന്നതിലും ഉയർന്നത് ഭഗവാൻ തന്നെയാണ്, ആ ഭഗവാൻ മൂലവദന വാസിയാണ്. സൂക്ഷ്മവദന്മേം ഹേ ദേവതായേം, സൂക്ഷ്മവദനത്തിൽ ആരാണ്, ദേവതമാരാണെന്ന് പറയാ ബാബ. യഹാം രഹത്തെ ഹേ മനുഷ്യ, ഇവിടെയാണെങ്കിലോ ആരാണ്, മനുഷ്യരാണെന്ന് പറയാ ബാബ. ഈ സ്ഥൂലവദനത്തിൽ മനുഷ്യരാണ്. തോ ഊഞ്ചത്തെ ഊഞ്ച് ഭഗവാൻ വഹ് നിരാകാർ ടഹര, ഉയർന്നതിലും ഉയർന്നത് ഭഗവാനാണ്, ആ ഭഗവാൻ ആരാണ്, നിരാകാരനാണ്. അഭി തും ജാൻതേ ഹോ ഹം ജോ ഹീരെ മിസൽ ദേ സോ ഫിർ കൗടി മിസൽ ബൻ പടേ ഹേ,
फिर भगवान को अपने से भी जास्തി നീച്ചേ ലേ ഗയേ ഹേ. അപ്പം ബാബ പറയുന്നത് ഇപ്പം നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി നമ്മൾ വജ്രസമാനമായിരുന്നു, പിന്നീട് നമ്മൾ എന്തുപോലെയായി, കക്കയ്ക്ക് സമാനമായി മാറി. അതും കൂടാതെ നമ്മൾ എന്ത് ചെയ്തു, ഭഗവാനെ വളരെയധികം താഴ്ത്തി, അതായത് സർവ്വവ്യാപിയാണെന്നും പറഞ്ഞ് ഭഗവാനെയും നമ്മൾ അത്രയും താഴ്ത്തിയെന്ന് പറയാം. പഹചാൻതേ ഹി നഹി ഹെ, ഭഗവാനെ അറിയുന്നേ ഇല്ല എന്ന് പറയാം. തും ഭാരതവാസിയോം കോ ഹി പഹചാൻ മിൽത്തി ഹെ ഫിർ പഹചാൻ കം ഹോ ജാത്തി ഹെ. ബാബ പറയുന്നത് നിങ്ങൾ ഭാരതവാസികൾക്ക് തന്നെയാണ് ഈശ്വരൻ്റെ അറിവ് ലഭിച്ചത്, ഈശ്വരനെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞതും നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിലും നിങ്ങൾ വളരെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ബാബ പറയാം. ഇപ്പോൾ അതിൽ ആ ഒരു തിരിച്ചറിവ് അതിലും കുറവ് വരിക എന്ന് പറയാം ബാബ. അബി തും ബാപ്പ് കി പഹചാൻ സബ്കോ ദേത്തെ ജാത്തെ ഹോ. ഇപ്പോൾ നിങ്ങൾ ബാബയുടെ പരിചയം നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം ബാബ. ടേരോം കോ ബാപ്പ് കി പഹചാൻ മിലേഗി. കുറേ പേർക്ക് ബാബയുടെ പരിചയം കിട്ടുന്നുണ്ട് എന്ന് പറയാം. തുമാരാ മുഖ്യ ചിത്ര ഹേ ഹി യഹ് ത്രിമൂർത്തി ഗോല ജാഡ്. അപ്പോൾ ബാബ പറയുന്നത് നിങ്ങളുടെ മുഖ്യ ചിത്രങ്ങൾ ഏതൊക്കെയാണ് ബാബ പറയുന്നത്, ത്രിമൂർത്തി അഥവാ ത്രിമൂർത്തി, പിന്നെ സൃഷ്ടിചക്രം, പിന്നെ കൽപ്പവൃക്ഷം. ഇതാണ് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള 3 മുഖ്യമായിട്ടുള്ള നിങ്ങളുടെ ചിത്രങ്ങൾ ഇതൊക്കെയാണ് എന്ന് ബാബ പറയാം. ഇൻമേം കിത്തനി രോഷ്നി ഹേ. ഇതിലൊക്കെ എത്രമാത്രം നല്ല അറിവാണ് ഇതിലുള്ളത്, ജ്ഞാനമാണുള്ളത് എന്ന് ബാബ പറയാം. യഹ് തോ കോയി ബി കഹേങ്കെ യഹ് ലക്ഷ്മി നാരായൺ സത്യയുഗ് കെ മാലിക് ദേ. ഇത് ലക്ഷ്മി നാരായണൻ സത്യയുഗത്തിൻ്റെ അധികാരികളായിരുന്നു. അച്ഛാ സത്യയുഗ് കെ ആകെ ക്യാ ദാ. ബാബ പറയുന്നത് സത്യയുഗത്തിൻ്റെ മുന്ന് എന്തായിരുന്നു, യഹ് ബി അബി തും ജാൻതേ ഹോ. ഇതും ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് അറിയാൻ കഴിയുന്നു എന്ന് ബാബ പറയാം. അബി ഹേ കലിയുഗ് കാ അന്ത് ഓർ ഹേ ബി പ്രജാ കാ പ്രജാ പർ രാജ്യ. അപ്പോൾ ബാബ പറയുന്നത് ഇപ്പോൾ കലിയുഗത്തിൻ്റെ അന്ത്യമാണ്, അതായത് പ്രജകളുടെ മേൽ പ്രജകളുടെ രാജ്യം ഭരിക്കലാണല്ലോ ഇപ്പോൾ, അതാണ് ബാബ പറയുന്നത്. അബി രാജായി തോ ഹേ നെഹി കിത്തന ഫർക്ക് ഹേ. ഇപ്പോൾ അങ്ങനെ രാജാധികാരം എന്ന് പറയാനൊന്നുമില്ലല്ലോ ഇപ്പോൾ, അപ്പം അത്രയും വ്യത്യാസമാണ് വന്നിരിക്കുന്നത് എന്ന് ബാബ പറയാം. സത്യയുഗ് കെ ആദി മേം രാജായേ ദേ ഓർ അബി കലിയുഗ് മേം ബി രാജായം ഹേ. ബാബ പറയുന്നത് സത്യയുഗത്തിൻ്റെ ആദ്യത്തിൽ രാജ്യപദവിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, രാജാധികാരം ഉണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ കലിയുഗത്തിലും ബാബ പറയണത് ഈ രാജ്യപദവി ഉണ്ട്. ബാബ പറയുന്നത് ബൽ കോയി വഹ് പാവൻ നെഹി ഹേ പരന്തു കോയി പൈസ ദേക്കർ ബി ടൈറ്റിൽ ലേത്തെ ഹേ. ബാബ പറയുന്നത് കലിയുഗത്തിൽ രാജാക്കന്മാരുണ്ടെന്ന് പറഞ്ഞാലും അവരെന്താണ്, പാവനമായിരിക്കില്ല. അതുമാത്രമല്ല അവർ ഈ ടൈറ്റിൽ പൈസ കൊടുത്ത് മേടിക്കുന്നതാണെന്ന് പറയാം ബാബ. അതാണ് ഇവിടെ ബാബ പറയുന്നത്. മഹാരാജാത്തോ കോയി ഹെ നെഹി. മഹാരാജാവെന്ന് പറയാനില്ല ആരും. ടൈറ്റിൽ ഖരീദ് കർ ലേത്തെ ഹെ. ടൈറ്റിൽ മേടിക്കുകയാണ് പൈസ കൊടുത്തിട്ട് എന്ന് പറയാം ബാബ. ജയ്സേ പട്യാല കാ മഹാരാജ, ജോധ്പൂർ ബിക്കാനേർ കാ മഹാരാജ നാമത്തോ ലേത്തെ ഹേന. അപ്പോൾ ഈ ബാബ പറയാണ്, ബാബ ഉദാഹരണം പറയാണ്, പാട്യാലയിലുള്ള മഹാരാജാവ്, ജോധ്പൂരിലെ മഹാരാജാവ്, ബിക്കാനേർ ഇന്ന സ്ഥലങ്ങളിലുള്ള മഹാരാജാക്കന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അവർ ആ പേരെന്ന് പറയുന്നത് അവരത് ടൈറ്റിൽ മേടിക്കുകയാണ് ചെയ്യുന്നത്. അവരൊരിക്കലും പാവനമായിട്ടുള്ള രാജാക്കന്മാരല്ല എന്ന് ബാബ പറയാം. യഹ് നാം അവിനാശി ചലാ ആതാ ഹെ. പഹലെ പവിത്ര മഹാരാജായേം ദേ അബ് ഹേ അപവിത്ര മഹാരാജായേം. അപ്പം ബാബ പറയുന്നത് ആദ്യമൊക്കെ പവിത്രമായ ആദ്യത്തെയൊക്കെ മഹാരാജാക്കന്മാരെന്ന് പറയുന്നത് വളരെ പവിത്രമായിരുന്നു. ഇപ്പോഴാണെങ്കിലോ അപവിത്രരായ മഹാരാജാക്കന്മാരാണെന്ന് പറയാം ബാബ. അക്ഷർ ചല ആതാ ഹേ ഇൻ ലക്ഷ്മി നാരായൺ കെ ലിയെ കഹേങ്കെ യഹ് സത്യയുഗ് കാ മാലിക് ദേ കിസ്നെ രാജ് ലിയ. അപ്പം ബാബ പറയുന്നത് ഈ ലക്ഷ്മി നാരായണൻ എങ്ങനെയാണ് പാടപ്പെടുന്നത്, അവർ സത്യയുഗത്തിൻ്റെ അധികാരികളായിരുന്നു. ഇപ്പോഴെന്താണ്, ഇപ്പോൾ അവരുടെ രാജ്യം പോയി. ആരാണ് അവരുടെ രാജ്യം തട്ടിയെടുത്തത്? അബി തും ജാൻതേ ഹോ രാജായി കി സ്ഥാപന കൈസേ ഹോത്തി ഹേ. അപ്പോൾ ബാബ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് അറിയാം ഈ സത്യയുഗത്തിൻ്റെ സ്ഥാപന അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് ബാബ പറയാം. ബാപ്പ് കഹത്തെ ഹേ
मैं तुमको अभी पढ़ाता हूँ 21 ജന്മോം के लिए. ബാബ പറയാണ്, ഞാൻ നിങ്ങൾ കുട്ടികളെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് എത്ര ജന്മത്തേക്ക് വേണ്ടിയിട്ടാണ്? 21 ജന്മത്തേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് പറയാം ബാബ. വഹത്തോ പഠിക്കർ ഇസി ജന്മമേം ഹി ബാരിസ്റ്റർ ആദി ബൻതേ ഹേ. അപ്പോൾ പുറത്തുള്ളവരിപ്പോൾ ഒരു ജന്മത്തേക്ക് വേണ്ടിയിട്ടൊക്കെ പഠിച്ച് വക്കീൽമാരൊക്കെ ആകുന്നുണ്ടല്ലോ. തും അഭി പഠിക്കർ ഭവിഷ്യ മഹാരാജ മഹാറാണി ബൻതേ ഹോ. നിങ്ങൾ കുട്ടികളാണെങ്കിലോ ഇപ്പം പഠിച്ചിട്ട് ഭാവിയിലെ മഹാരാജാവും മഹാറാണിയുമായിട്ട് മാറുന്നു എന്ന് പറയാം ബാബ. ഡ്രാമ പ്ലാൻ അനുസാർ നൈ ദുനിയാ കി സ്ഥാപന ഹോ രഹി ഹേ. ഡ്രാമ പ്ലാൻ അനുസരിച്ച് പുതിയ ലോകത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. അബി ഹേ പുരാനി ദുനിയ. ഇപ്പോഴാണെങ്കിലോ പഴയ ലോകമാണെന്ന് പറയാം ബാബ. ബൽ കിത്തനെ ബി അച്ഛേ അച്ഛേ ബഡേ മഹൽ ഹേ പരന്തു ഹീരെ ജവഹരാത് കോ के महल तो बनाने की कोई में ताकत नहीं है. അപ്പോൾ ബാബ പറയുന്നത് വളരെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ബാബ പറയുന്നത് വജ്രങ്ങളും വൈഡൂര്യങ്ങളും കൊണ്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കാനുള്ള ശക്തിയൊന്നും ഇപ്പം ആരുടെ കയ്യിലും ഇല്ല എന്ന് പറയാം ബാബ. സത്യുഗമേം യഹ് സബ് ഹീരെ ജവഹരാത്തോ കെ മഹലേം ബനാത്തേ ഹേന. അപ്പം ബാബ പറയുന്നത് സത്യയുഗത്തിലാണെങ്കിലോ എല്ലാ കെട്ടിടങ്ങളും വജ്രങ്ങളും വൈഡൂര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ബനാനേമേ കോയി ദേരി തോടെ ഹി ലഗ്തി ഹേ. ഉണ്ടാക്കാനോ വളരെ കുറച്ച് സമയം മതി എന്ന് ബാബ പറയാം. യഹാം ബി എർത്തുക്യുക്ക് ആദി ഹോത്തെ ഹേ തോ ബഹുത്ത് കാരീഗർ ലഗാ ദേത്തെ ഹേ. ഏക് ദോ വർഷ മേ സാരാ ഷഹർ കടാ കർ ദേത്തെ ഹേ. അപ്പം ബാബ പറയുന്നത് ഇവിടെയാണെങ്കിലോ ഭൂകമ്പമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ വളരെ വലിയ കെട്ടിടങ്ങളൊക്കെ നശിക്കുമല്ലോ. പക്ഷേ കൂടുതൽ പണിക്കാരെ വെച്ചിട്ട് 1-2 വർഷത്തിനുള്ളിൽ അത് വീണ്ടും ഉണ്ടാക്കുന്നുണ്ട് എന്ന് ബാബ പറയാം. നൈ ഡൽഹി ബനാനേമേം കർക്കെ വോ 8 to 10 വർഷ ലഗേ परंतु यहाँ के लेबर और वहाँ के लेबर्स में तो ഫറക് रहता है ना. അപ്പം ബാബ പറയുന്നത് പുതിയ ന്യൂഡൽഹി ഉണ്ടാക്കുന്നതിനായിട്ട് 8-10 വർഷം എടുത്തിട്ടുണ്ട്. പക്ഷെ ബാബ പറയുന്നത് ഇവിടുത്തെ ലേബേഴ്സും ഇവിടുത്തെ പണിക്കാരും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടെന്ന് ബാബ പറയാം. ആജ് കൽ തോ നൈ ഇൻവെൻഷൻ ബി നിക്കൽത്തേ രഹത്തെ ഹേ. ഇപ്പോഴാണെങ്കിലോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാം ബാബ. മക്കാൻ ബനാനേക്ക് സയൻസ് കാ ബി ജോർ ഹേ സബ് കുച്ച് തയ്യാർ മിൽത്താ ഹേ. അപ്പോൾ ബാബ പറയുന്നത് പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സയൻസിൻ്റെ പുതിയ ടെക്നോളജിയൊക്കെ ഉണ്ട്, എല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാബ പറയാം. ജെട്ട് ഫ്ലാറ്റ് തയ്യാർ, പെട്ടെന്ന് തന്നെ ഫ്ലാറ്റൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ബഹുത്ത് ജൽദി ജൽദി ബൻതേ ഹേ തോ യഹ് സബ് വഹാം കാം മേം തോ ആത്തേ ഹേന. ഇവിടെ നമ്മൾ വളരെ വേഗം കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു സയൻസ് ഉണ്ടല്ലോ, ആ ഒരു നോളജ് നമുക്കത് പിന്നീട് ഉപയോഗിക്കാമെന്ന് ബാബ പറയാം. അവിടെ അതായത് സത്യയുഗത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും ഈ ഒരു ടെക്നോളജി. ഇവിടെ പെട്ടെന്ന് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്ന ആ ടെക്നോളജി സത്യയുഗത്തിലും നമുക്ക് ഉപയോഗത്തിൽ വരുമെന്ന് ബാബ പറയാം. യഹ് സബ് സാത്ത് ചലത്തെ ഹേ. ഇതെല്ലാം കൂടെ കൊണ്ടുപോകുന്ന ബാബ പറയാം. സംസ്കാരത്തോ രഹത്തെ ഹേന. അതായത് ആ ഒരു സംസ്കാരം എന്തായാലും ആത്മാവിലുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആ ഒരു സംസ്കാരം ആത്മാവ് കൂടെ കൊണ്ടുപോകും. അതെന്നിട്ട് അവിടെ ഉപയോഗപ്രദമാകുമെന്ന് ബാബ പറയാം. തോ അബ് ബാപ്പ് ബച്ചോം കോ സമജാത്തെ രഹത്തെ ഹേ പാവൻ ബന്നെ ഹേ തോ ബാപ്പ് കോ യാദ് കരോ. ഇപ്പോൾ ബാബ കുട്ടികൾക്ക് എന്താ മനസ്സിലാക്കി കൊടുക്കുന്നത്? പാവനമായിട്ട് മാറണമെങ്കിൽ നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ. ബാപ്പ് ബി ഗുഡ് മോർണിംഗ് കർ ഫിർ ശിക്ഷ ദേത്തെ ഹേ. ബാബ ആദ്യം കുട്ടികൾക്ക് ഗുഡ് മോർണിംഗ് പറയും, പിന്നീട് പാഠങ്ങളെല്ലാം ബാബ പഠിപ്പിക്കും. ബച്ചേ ബാപ്പ് കി യാദ് മേ ബൈഠേ ഹോ. ബാബ ചോദിക്കുകയാണ്, കുട്ടികളെ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നുണ്ടോ? ചൽത്തെ ഫിർത്തെ ബാപ്പ് കോ യാദ് കരോ ക്യോംകി ജന്മ ജന്മാന്തർ കാ സിർ പർ ബോജ് ഹേ. അപ്പോൾ ബാബ പറയുന്നത് നടക്കുമ്പോഴും കറങ്ങുമ്പോഴും എല്ലാം നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ. എന്തുകൊണ്ടാണ് ബാബ പറയുന്നത്? ജന്മജന്മാന്തരത്തെ പാപഭാരം നിങ്ങളുടെ തലയിലുണ്ട് എന്ന് ബാബ പറയാം. അപ്പോൾ ബാബ എപ്പോഴും പറയാറുണ്ടല്ലോ, ബാബയെ ഓർമ്മിക്കുമ്പോഴേ പാപഭാരം ഇല്ലാതാകൂ, വികർമ്മം വിനാശമാകൂ എന്ന് ബാബ പറയാറുണ്ടല്ലോ. അപ്പോൾ
അതാ ബാബ പറയുന്നത്, നിങ്ങൾ നടക്കുമ്പോഴും കറങ്ങുമ്പോഴുമെല്ലാം ബാബയുടെ ഓർമ്മയിലിരിക്കൂ, എങ്കിലേ നിങ്ങളുടെ ജന്മജന്മാന്തരത്തെ പാപം നശിക്കൂ. കാരണം അത്രയും പാപമുണ്ട്, 63 ജന്മത്തെ പാപഭാരം ഉണ്ടല്ലോ തലയിൽ. CD ഉദാർത്തെ ഉദാർത്തെ 84 ജന്മ ലേത്തെ ഹെ. ഇത് പടി ഇറങ്ങി ഇറങ്ങി നിങ്ങൾ 84 ജന്മം എടുത്തു കഴിഞ്ഞു. അബി ഫിർ ഏക് ജന്മമേം ചട്ടി കല ഹോത്തി ഹെ. ഇപ്പോഴാണെങ്കിലോ ഈ ഒരു ജന്മത്തിലാണ് നിങ്ങളുടെ ഉയർന്ന കല വരുന്നതെന്ന് ബാബ പറയാം. ജിത്തന ബാപ്പ് കോ യാദ് കർത്തേ രഹേങ്കെ ഉത്തന ഖുഷി ബി ഹോഗി, താക്കത്ത് മിലേഗി. അപ്പം ബാബ പറയുന്നത്, നിങ്ങൾ എത്രമാത്രം ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നുണ്ടോ അത്രയും നിങ്ങൾക്ക് സന്തോഷവും ഉണ്ടാകും, അതുപോലെ തന്നെ ശക്തിയും ലഭിക്കുന്ന ബാബ പറയാം. ബഹുത്ത് ബച്ചേ ഹേ ജിൻകോ ആകെ ആകെ നമ്പർ മേം രഖാ ജാത്താ ഹേ പരന്തു യാദ് മേം ബിൽക്കുൽ രഖ്തേ നഹി. അപ്പം ബാബ പറയുന്നത്, കുറേ കുട്ടികളുണ്ട്, അവരെയൊക്കെ മുന്നിൽ വെച്ചിട്ടുണ്ട്, പക്ഷെ അവർ ബാബയുടെ ഓർമ്മയിലിരിക്കുക അത് വളരെ കുറവാന്ന് ബാബ പറയാം, ഇല്ലേ ഇല്ല എന്ന് പറയാം ബാബ. ബൽ ജ്ഞാൻമേം തീക്കേ ഹേ പരന്തു യാദ് കി യാത്ര ഹേ നഹി. അതായത് നോക്കുമ്പോൾ അവർ ജ്ഞാനത്തിലൊക്കെ വളരെ മുന്നിലായിരിക്കും, പക്ഷെ ഓർമ്മയിലിരിക്കുക, ആ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുക എന്നുള്ളത് ഇല്ല എന്ന് പറയാം ബാബ. ബാപ്പ് തോ ബച്ചോം കി മഹിമ കർത്തേ ഹേ. ബാബയാണെങ്കിലോ കുട്ടികളുടെ മഹിമ ചെയ്യാണ്. യഹ് ബി നമ്പർ 1 മേം ഹേ തോ ജറൂർ മെഹനത്ത് ബി കർത്തേ ഹോഗേന. അത് ബാബ പറയാണ്, ഈ ബ്രഹ്മബാബ നമ്പർ 1 ആയില്ലേ, അപ്പം നമ്പർ 1 അങ്ങനെ വെറുതെ ആകുന്നതല്ലല്ലോ, തീർച്ചയായിട്ടും പരിശ്രമിക്കുന്നുണ്ടല്ലോ, പരിശ്രമിച്ചിട്ട് തന്നെയാണ് ബ്രഹ്മബാബ നമ്പർ 1 ആയതെന്ന് പറയാ ബാബ. തും ഹമേശ സമझो कि शिव बाबा समझाते हैं तो ബുദ്ധിयोग വഹാം ലഗാ രഹേഗ. ബാബ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം, ശിവബാബയാണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്, ഈ കാര്യങ്ങളെല്ലാം ശിവബാബയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നതെന്നുള്ള കാര്യം നിങ്ങളുടെ ബുദ്ധിയിലുണ്ടാകണം. അപ്പോൾ നമുക്ക് ബുദ്ധിയോഗം എവിടേക്ക് പോകണം? ശിവബാബയുടെ അടുത്തേക്ക് പോകണം എന്ന് പറയാ ബാബ. യഹ് ബി സീഖ്താ തോ ഹോഗാന ഫിർ ബി കഹ്തേ ഹേ ബാബാക്കോ യാദ് കരോ. അപ്പോൾ ബാബ പറയുന്നതാണ്, ബാബയെ ഓർമ്മിക്കൂ, ശിവബാബയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അപ്പോൾ ശിവബാബയെ ഓർമ്മിക്കൂ. കിസ്കോ ബി സമജാനെ കേലിയെ ചിത്ര ഹേ. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ചിത്രങ്ങളുമുണ്ട്. ഭഗവാൻ കഹാ ഹി ജാത്താ ഹേ നിരാകാർക്കോ. ഭഗവാൻ എന്ന് പറയുന്നത് ആരെയാണ്? നിരാകാരനെയാണ്. വഹ് ആക്കർ ശരീർ ധാരൺ കർത്തേ ഹേ. ആ നിരാകാരനായ ഭഗവാനാണ് വന്ന് ഈ ശരീരം ധാരണ ചെയ്യുന്നത്. ഏക് ഭഗവാൻ കെ ബച്ചേ സബ് ആത്മായേ ബായി ബായി ഹേ. ഒരേ ഒരു ഭഗവാന്റെ കുട്ടികളായ നമ്മളെല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ്. അബി ഇസ് ശരീർ മേം വിരാജ്മാൻ ഹേ. അതായത് ആ ആത്മാക്കളെല്ലാം ഓരോരോ ശരീരത്തിലിരിക്കുകയാണ്, വിരാജിതരാണ് എന്ന് പറയാ ബാബ. സബി അകാൽ മൂർത്ത് ഹേ. എല്ലാവരും അകാലമൂർത്തികളാണ്. യഹ് അകാൽ മൂർത്ത് കാ തഖ്ത് ഹേ. അതായത് എല്ലാ ആത്മാക്കൾക്കും സിംഹാസനം ഉണ്ടല്ലോ, എല്ലാ ആത്മാക്കളും അകാല സിംഹാസനത്തിൽ വിരാജിതരാണ്. അകാല തഖ്ത് ഓർ കോയി കാസ് ചീസ് നഹി ഹേ. അപ്പോൾ അകാല സിംഹാസനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വസ്തുവൊന്നും അല്ല എന്ന് പറയാ ബാബ. യഹ് തഖ്ത് ഹേ അകാൽ മൂർത്ത് കാ. അകാലമൂർത്തിയുടെ സിംഹാസനമാണ്. ഇത് ഭൃഗുടി കെ ബീച്ച് മേം ആത്മ വിരാജമാൻ ഹോത്തി ഹേ. ഇസ്കോ കഹാ ജാത്താ ഹേ അകാല തഖ്ത്. ഭൃഗുടി മധ്യത്തിലാണ് ആത്മാക്കളെല്ലാം വിരാജിതരായിട്ടിരിക്കുന്നത്, അതിനെയാണ് പറയുന്നത് അകാല സിംഹാസനം. ഭൃഗുടി മധ്യത്തെയാണ് അകാല സിംഹാസനം എന്ന് പറയുന്നത്, അവിടെയാണ് എല്ലാ ആത്മാക്കളും വിരാജിതരായിട്ടിരിക്കുന്നതെന്ന് ബാബ പറയാം. അകാല തഖ്ത് അകാല മൂർത്തിക. അതായത് അകാല സിംഹാസനം എന്ന് പറയുന്നത് അകാല മൂർത്തിയുടേതാണ്. ആത്മായേം സബ് അകാൽ ഹേ. ആത്മാക്കളെല്ലാം അകാലരാണ്. കിത്തനി അതിസൂക്ഷ്മ ഹേ. അത്രയും അതിസൂക്ഷ്മമാണ് ആത്മാക്കളെന്ന് ബാബ പറയാം. ബാപ്പ് തോ ഹേ നിരാകാർ. ബാബയാണെങ്കിലോ നിരാകാരനാണ്. വഹ് അപ്പന തത്ത് കഹാംസേലായേ. ബാബയ്ക്ക് എവിടെ നിന്നാണ് സിംഹാസനം ലഭിക്കുന്നത്? ബാപ്പ് കഹത്തെ ഹേ മേരാ ബി യഹ് തഖ്ത് ഹേ. അപ്പോൾ ബാബ പറയാണ്, എൻ്റെയും ഈ സിംഹാസനമാണ്, അതായത് ബ്രഹ്മബാബയുടെ. ബ്രഹ്മബാബയുടെ അകാല സിംഹാസനം എന്ന് പറയുന്നത് അതിൽ ബ്രഹ്മബാബയുടെ ആത്മാവും ഇരിക്കുന്നുണ്ട്. ശിവബാബ പറയാണ്, അത് എൻ്റെയും കൂടി അകാല സിംഹാസനമാണ് എന്ന് പറയാം. മേ ആക്കർ ഇസ് തഖ്ത് കാ ലോൺ ലേത്താ ഹേ. അപ്പോൾ ബാബ പറയുന്നത്, ഞാൻ വന്നിട്ട്
ഈ സിംഹാസനം ലോണെടുക്കുകയാണ്. ബ്രഹ്മ കെ സാധാരൺ ബൂഢെ തന്മേം അകാൽ തഖ്ത് പർ ആകർ ബൈഠാ ഹൂം. ഞാനാണെങ്കിലോ ബ്രഹ്മബാബയുടെ ഈ സാധാരണ വൃദ്ധ ശരീരത്തിൽ വന്നിട്ട് ഈ അകാല സിംഹാസനത്തിൽ ഇരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി തരാണ് ബാബ. അഭി തും ജാൻ ഗയേ ഹോ സബ് ആത്മാവോം കാ യഹ് തഖ്ത് ഹേ. ഇപ്പം നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി എല്ലാ ആത്മാക്കൾക്കും ഒരു സിംഹാസനമുണ്ട് അല്ലെ, അകാല സിംഹാസനമുണ്ട്. എല്ലാ ആത്മാക്കളും അവരവരിയ്ക്കുന്ന ആ ശരീരത്തിൽ ആ അകാല സിംഹാസനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. മനുഷ്യോം കി ഹി ബാത്ത് കി ജാതി ഹി, ജാൻവരോം കി തോ ബാത്ത് നഹി. അപ്പം ബാബ പറയുന്നത് മനുഷ്യരുടെ കാര്യമാണ് ഞാൻ മനസ്സിലാക്കി തരുന്നത്, അല്ലാതെ മൃഗങ്ങളുടെ അല്ല എന്ന് പറയാം. പഹലെ ജോ മനുഷ്യ ജാൻവർ സേ ബി ബത്തർ ഹോ ഗയേ ഹേ വഹ് തോ സുധരെ. അപ്പം ബാബ പറയുന്നത് ഇപ്പോൾ ചില മനുഷ്യരുണ്ടല്ലോ, മൃഗങ്ങളെക്കാളും മോശമായിട്ടുള്ള മനുഷ്യരുണ്ട്, അവരാദ്യം നന്നാകട്ടെ എന്ന് പറയാ ബാബ. കോയി ജാൻവർ കി ബാത്ത് പൂച്ചേ ബോലോ പഹലെ അപ്നെ തോ സുധാർ കരോ. ബാബ പറയുന്നത് ആരെങ്കിലും മൃഗങ്ങളുടെ കാര്യത്തെ പറ്റിയെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ബാബ പറയാ, നിങ്ങൾ അവരോട് പറയൂ ആദ്യം നിങ്ങൾ സ്വയം, അതായത് നമ്മൾ മനുഷ്യരുടെ കാര്യം നോക്കാൻ പറയാം ബാബ. ആദ്യം സ്വയം നിങ്ങൾ നന്നാകൂ, പിന്നെ നോക്കാമെന്ന് പറയാം മൃഗങ്ങളുടെ കാര്യമൊക്കെ. സത്യയുഗമേത്തോ ജാൻവർ ബി ബഡെ അച്ഛേ ഫസ്റ്റ് ക്ലാസ് ഹോകെ. ബാബ പറയുന്നത് സത്യയുഗത്തിലാണെങ്കിലോ മൃഗങ്ങൾ പോലും വളരെ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കുന്നു പറയാ ബാബ. കിച്ചട ആദി കുച്ച് ബി നഹി ഹോക. ഒരു വൃത്തികേടാക്ക അഴുക്കാക്ക അതൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറയാ. കിങ് കെ മഹൽ മേം കബൂത്തർ ആദി കാ കിച്ചട ഹോത്തോ ദണ്ഡ് ഡാൽ ദേ. ബാബ പറയുന്നത് ഈ രാജാക്കന്മാരുടെ കൊട്ടാരമൊക്കെ ഉണ്ടല്ലോ, അവിടെ ഈ പ്രാവുകളൊക്കെ വൃത്തികേടൊക്കെ ആക്കുമ്പോൾ ശിക്ഷ ലഭിക്കുമെന്ന് പറയാ ബാബ. സരാബി കിച്ചടാനഹി, അവിടെ ഒരു തരത്തിലുള്ള അഴുക്കും ഉണ്ടായിരിക്കില്ല. വഹാം ബഡി ഖബർദാരി രഖ്തി ഹെ, അവിടെ വളരെയധികം ശ്രദ്ധയാണ് ആ ഒരു കാര്യത്തിൽ എന്ന് പറയാ ബാബ. പഹരെ പർ രഖ്തേ ഹെ കബി കൊയി ജാൻവർ ആദി അന്തർ ഗുസ് നാ സകെ. ബാബ പറയുന്നത് സെക്യൂരിറ്റിയൊക്കെ നിർത്തുമെന്ന് പറയാ, അങ്ങനെ ഒരു മൃഗങ്ങളെ ഒന്നും അങ്ങനെ അകത്തേക്കൊന്നും കടത്തിവിടില്ല. ബഡി സഫായി രഖ്തി ഹെ, വളരെയധികം വൃത്തിയായിരിക്കും പറയാ ബാബ. ലക്ഷ്മി നാരായൺ കെ മന്ദിർ മേം ബി കിത്തനി സഫായി രഖ്തി ഹെ. ഈ ലക്ഷ്മി നാരായണൻ അവരുടെ മന്ദിരത്തിലും വളരെയധികം വൃത്തിയായിരിക്കുന്നു ബാബ പറയാ. ശങ്കർ പാർവതി കെ മന്ദിർ മേം കബൂത്തർ ബി ദിക്കാത്തേ ഹെ. ശങ്കർ പാർവതിയുടെ മന്ദിരത്തിലൊക്കെ ഈ പ്രാവുകളെയൊക്കെ കാണിക്കുന്നുണ്ട് എന്ന് പറയാ ബാബ. തോ ജരൂർ മന്ദിർ കോബി ഖരാബ് കർത്തേ ഹോകെ. അപ്പം അതായത് ക്ഷേത്രങ്ങളിലൊക്കെ അവർ വൃത്തികേടാക്കുമല്ലോ ഈ പ്രാവുകൾ. ശാസ്ത്രമേത്തോ ബഹുത് ദന്ത് കഥായേം ലിഖ് ദി ഹെ. അപ്പം ബാബ പറയുന്നത് ശാസ്ത്രങ്ങളിലൊക്കെ വളരെയധികം കെട്ടുകഥകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയാ ബാബ. അബി ബാപ് ബച്ചോം കോ സമജാത്തേ ഹേ ഉന്മേം ബി തോടാ ഹേ ജോ ധാരണ കർ സക്തേ ഹേ. അപ്പം ബാബ പറയുന്നത് ബാബ കുട്ടികൾക്കെല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, പക്ഷേ അതിലും വളരെ കുറച്ച് കുട്ടികളെ ധാരണയിലേക്ക് വരുന്നുള്ളൂ എന്ന് ബാബ പറയാം. ധാരണ ചെയ്യാൻ വളരെ കുറച്ച് കുട്ടികൾക്ക് കഴിയുന്നുള്ളൂ എന്ന് പറയാം. ബാക്കി തോ കുച്ച് നെഹി സമജ്തേ ഹേ. അതായത് ബാബ പറയുന്നത് ബാക്കി കുട്ടികളാണെങ്കിലോ ഒന്നും മനസ്സിലാക്കുന്നില്ല. ബാപ്പ് ബച്ചോം കോ കിത്തന പ്യാർ സേ സമജാത്തേ ഹേ ബച്ചേ ബഹുത്ത് ബഹുത്ത് മീട്ടേ ബനോ. ബാബ പറയുന്നത് ബാബ കുട്ടികളെ എത്ര സ്നേഹത്തോടു കൂടിയിട്ടാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതായത് കുട്ടികളെ നിങ്ങൾ വളരെ വളരെ മധുരതയുള്ളവരാകൂ എന്നൊക്കെ പറഞ്ഞ് ബാബ വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കി തരാണ് കുട്ടികൾക്ക്. മുഖസേ സദൈവ് രത്ന നിക്കൽന രഹേ. അതായത് വായിൽ നിന്നും നിങ്ങളുടെ സദാ രത്നങ്ങൾ, അതായത് ജ്ഞാനരത്നങ്ങൾ വരണമെന്നൊക്കെ പറഞ്ഞ് ബാബ കുട്ടികളെ വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കി തരാണ്. തുംഹോ രൂപ ബസന്ത്, നിങ്ങൾ കുട്ടികളെ രൂപ ബസന്ത എന്ന് പറയാ ബാബ. തുമാരെ മുഖസേ പത്തർ നെഹി നിക്കൽനെ ചാഹിയേ. നിങ്ങളുടെ വായിൽ നിന്ന് ഒരിക്കലും കല്ലുകൾ വീഴരുത്. കല്ലുകൾ വീഴുക എന്ന് പറയുന്നത് കടുത്ത വാക്കുകൾ ഒരിക്കലും നിങ്ങളുടെ വായിൽ നിന്നും വീഴരുത് എന്ന് പറയാ ബാബ. ആത്മാക്കി ഹി മഹിമ ഹോത്തി ഹേ. ആത്മാവിൻ്റെ തന്നെയാണ് മഹിമയുള്ളത്. ആത്മാ കഹത്തി ഹേ മേ പ്രസിഡന്റ് ഹോം ഫലാന ഹോം. ആത്മാവ് തന്നെയാണ് പറയുന്നത് ഞാൻ പ്രസിഡന്റാണ്, ഞാൻ ഇന്നയാളാന്നൊക്കെ പറയുന്നത് ആരാണ്? ആത്മാവ് തന്നെയാണ്. മേരെ ശരീർ കാ നാം യഹ് ഹേ. എൻ്റെ ശരീരത്തിൻ്റെ പേര് ഇന്നതാണെന്ന് പറയുന്നത് ആരാണ്? ആത്മാവ് തന്നെയാണല്ലോ പറയുന്നത്. അച്ഛാ,
ആത്മായേം കിസ്കെ ബച്ചേ ഹേ. ഇപ്പം ബാബ ചോദിക്കുകയാണ്, പറയൂ ആത്മാക്കൾ എന്ന് പറയുന്നത് ആരുടെ കുട്ടികളാണ്? ഏക് പരമാത്മാക്കെ, ഒരേ ഒരു പരമാത്മാവിൻ്റെ കുട്ടികളാണ് എല്ലാ ആത്മാക്കളും. തോ ജരൂർ ഉൻസെ വർഷ മിൽത്താ ഹോഗ. അപ്പോൾ തീർച്ചയായിട്ടും ആ പരമാത്മാവിൻ്റെ കുട്ടികളാണ് ആത്മാക്കളെങ്കിൽ തീർച്ചയായിട്ടും ആത്മാക്കൾക്ക് എന്ത് ലഭിക്കും? സമ്പത്ത് എന്തായാലും ലഭിക്കുന്നു ബാബ പറയാം. വഹ് ഫിർ സർവവ്യാപി കൈസേ ഹോ സക്ത. പിന്നെ പരമാത്മാവ് എങ്ങനെയാണ് സർവവ്യാപി ആയിരിക്കുക എന്ന് പറയാ ബാബ. തും സമജ്തേ ഹോ ഹം ഭി പഹലെ കുച്ച് നഹി ജാൻതേ ദേ. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു, മുൻപ് നമുക്കും ഇതൊന്നും അറിയുമായിരുന്നില്ല അല്ലേ? ബാബ വന്ന് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നതിന് ശേഷമാണല്ലോ നമ്മൾ ഇതെല്ലാം അറിഞ്ഞത്. അപ്പം മുൻപ് നമുക്കും ഒന്നും അറിയുമായിരുന്നില്ല. അബി കിത്തിനെ ബുദ്ധി കുലി ഹെ. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധി എത്രമാത്രം തുറന്നിരിക്കുന്നു എന്ന് ബാബ പറയാം. തും കോയി ബി മന്ദിർ മേം ജായേങ്കെ സമജേങ്കെ യഹ് തോ സബ് ജൂട്ടേ ചിത്ര ഹെ. അപ്പം ബാബ പറയുന്നത്, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ചിത്രങ്ങളെല്ലാം അസത്യമാണെന്നുള്ളത്. ദസ് ഭുജായേം വാലേ ഹാത്തി കാ സൂഡ് വാല കോയി ചിത്ര ഹോത്താ ഹേ ക്യാ. ബാബ ചോദിക്കുന്നത്, 10 കൈകളുള്ള ആളുകൾ, ആനയുടെ മുഖമുള്ള ആളുകൾ, അങ്ങനെയൊക്കെ ഓരോ ചിത്രങ്ങളൊക്കെ ആണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കോ എന്ന് ബാബ ചോദിക്കുക. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ ചിത്രങ്ങളെല്ലാം അസത്യമാണ് എന്നുള്ളത്. യഹ് സബ് ഹേ ഭക്തി മാർഗ കി സാമഗ്രി. ബാബ പറയുന്നത് ഇതെല്ലാം ഭക്തി മാർഗത്തിലെ സാമഗ്രികളാണ്. വാസ്തവമേ ഭക്തി ഹോനി ചാഹിയെ ഏക് ശിവ് ബാബാക്കി. ബാബ പറയുന്നത് വാസ്തവത്തിൽ ഭക്തി എന്തായാലും വേണം. അതെന്താണ്? ഒരേ ഒരു ശിവബാബയുടെ ഭക്തി ആയിരിക്കണം. ജോ സബ്കാ സദ്ഗതി ദാത്താഹെ. ആ ഒരു ശിവബാബയാണ് എല്ലാവർക്കും സദ്ഗതി തരുന്നത്. ആ ശിവബാബയുടെ ഭക്തി ആയിരിക്കണം ചെയ്യേണ്ടത്. തുമാരി ബുദ്ധി മേം ഹേ യഹ് ലക്ഷ്മി നാരായൺ ബി 84 ജന്മ ലേത്തെ ഹേ. അപ്പം ബാബ പറയുന്നത്, നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് ഈ ലക്ഷ്മി നാരായണൻ 84 ജന്മം എടുക്കുന്നുണ്ട്. ഫിർ ഊഞ്ചേത്തെ ഊഞ്ച് ബാപ്പ് ഹി ആക്കർ സബ്കോ സദ്ഗതി ദേത്തെ ഹേ. ബാബ പറയുന്നത്, പിന്നീട് ഉയർന്നതിലും ഉയർന്ന ബാബ വന്നിട്ടാണ് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നത്. ഉൻസെ ബഡ കോയി ഹേ നഹി. ആ ബാബയേക്കാളും വലിയ ഒരാൾ വേറെ ഒന്നും ഇല്ല എന്ന് ബാബ പറയാം. യഹ് ജ്ഞാൻ കി ബാത്തേം തുമാരേ മേം ബി നമ്പർവാർ ധാരൺ കർ സക്തേ ഹേ. ഈ ജ്ഞാനത്തിൻ്റെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കുട്ടികളിലും നമ്പർവാർ അനുസരിച്ചിട്ടാണ് ധാരണ ചെയ്യുന്നതെന്ന് ബാബ പറയാം. ധാരൺ നഹി കർ സക്തേ തോ ബാക്കി ക്യാ കാം കേ ഹരഹേ. അപ്പം ബാബ പറയുന്നത്, അപ്പം നിങ്ങൾ ധാരണ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്താ കാര്യമെന്ന് ബാബ ചോദിക്കുക. കൈത്തോ അന്തോം കി ലാട്ടി ബന്നെ കെ ബദലേ അന്തേ ബൻ ജാത്തേ ഹേ. ബാബ പണ്ട് കുറേ കുട്ടികൾ നമ്മൾ അന്ധന്മാരുടെ ഊന്നുവടി ആകണം എന്നല്ലേ ബാബ പറയാറ്. ബാബ പണ്ട് ചിലവർ അന്ധന്മാരുടെ ഊന്നുവടി ആകുന്നതിന് പകരം സ്വയം അന്ധരായിട്ട് മാറുന്നു എന്ന് ബാബ പറയാം. ഗൗ ജോ ദൂത് നെഹി ദേത്തി തോ ഉസേ പിഞ്ചർപൂർ മേം രക്തേ ഹേ. അതായത് ഇപ്പോൾ പശു പാല് തരുന്നില്ലെങ്കിൽ പിന്നെ അതിനെ കശാപ്പുശാലയിൽ കൊണ്ടുവയ്ക്കുന്ന ബാബ പറയാം. യഹ് ബി ജ്ഞാൻ കാ ദൂത് നെഹി ദേ സക്തേ ഹേ. അപ്പോൾ ബാബ ചില കുട്ടികൾക്ക് ജ്ഞാനത്തിൻ്റെ പാല് കൊടുക്കാൻ സാധിക്കുന്നില്ല. ബഹുത്ത് ഹേ ജോ കുച്ച് പുരുഷാർത്ഥ് നെഹി കർത്തേ. ബാബ പറയുന്നത് കുറേ കുട്ടികളുണ്ട് അവർ പുരുഷാർത്ഥമേ ചെയ്യുന്നില്ല എന്ന് പറയാം ബാബ. സമജത്തെ നെഹി കി ഹം കുച്ച് തോ കിസ്കാ കല്യാൺ കരേ. അതായത് മറ്റുള്ളവരുടെ മംഗളം ഞങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് പോലും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. അപ്നി തക്തീർ കാ ക്യാൽ ഹി നെഹി രഹത്താ ഹേ. അതായത് തൻ്റെ ഭാഗ്യത്തിൻ്റെ ആ ഒരു ശ്രദ്ധ പോലും അവർക്ക് ഇല്ല എന്ന് പറയാം. കാരണം മറ്റുള്ളവരുടെ മംഗളം ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ഭാഗ്യം ഉയരുന്നത്. അപ്പം അതുപോലും മനസ്സിലാക്കാത്ത കുട്ടികളുണ്ട് എന്ന് ബാബ പറയാം. അതിനെപ്പോലും ശ്രദ്ധിക്കുന്നില്ല കുട്ടികളെന്ന് പറയാം ബാബ. ബസ് ജോ കുച്ച് മില സോ അച്ചാ ഹേ. എന്ത് കിട്ടിയോ അത് നല്ലത് എന്ന് പറഞ്ഞിരിക്കുന്നു. തോ ബാപ്പ് കഹേങ്കെ ഇൻകി തക്തീർ മേ നഹി ഹേ. ബാബയും അപ്പം എന്താ പറയുക, ഇവരുടെ ഭാഗ്യത്തിലുണ്ടായിരിക്കില്ല എന്ന് ബാബയും പറയും. അപ്പനി സദ്ഗതി കർണേക്ക പുരുഷാർത്ഥത്തോ കർണ ചാഹിയേ. ബാബ പറയുന്നത്, സ്വയം നമ്മളുടെ സദ്ഗതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുരുഷാർത്ഥം നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ബാബ പറയാം. ദേഹി അഭിമാനി ബന്നാഹേ. ദേഹി അഭിമാനിയായിട്ട് മാറണം.
बाप कितना ऊंचे ते ऊंचे है और आते देखो कैसा പതി ദുനിയ പതീത് ശരീർ മേം ഹേ. ബാബ പറയുന്നത് ബാബ എത്രയും ഉയർന്നതിലും ഉയർന്നതാണ് ബാബ. പക്ഷെ ബാബ വരുന്നതോ ഈ പതീതമായ ലോകത്തില്, പതീതമായ ശരീരത്തിലാണല്ലോ ബാബ വരുന്നത്. ഉൻകോ ബുലാത്തേ ഹി പതി ദുനിയാമേ. ബാബനെ വിളിക്കുന്നതും ഈ പതീത ലോകത്തിലേക്ക് തന്നെയാണ്. ബാബ ഏറ്റവും ഉയർന്നതിലും ഉയർന്നതാണ്. പക്ഷെ ബാബനെ വിളിക്കുന്നതോ പതീതമായ ഈ ലോകത്തിലേക്കാണെന്ന് പറയാ ബാബ. ജബ് രാവൺ ദുഃഖ് ദേത്തെ ഹേ തോ ബിൽക്കുൽ ഹി ഭ്രഷ്ട് കർ ദേത്തെ ഹേ തബ് ബാപ്പ് ആക്കർ ശ്രേഷ്ഠ ബനാത്തെ ഹേ. ബാബ പറയുന്നത് എപ്പോഴാണോ രാവണൻ വന്ന് നിങ്ങൾക്ക് ദുഃഖം തന്ന് നിങ്ങളെ തീർത്തും ഭ്രഷ്ടാചാരികളായിട്ട് മാറുന്നത്, അപ്പോഴാണ് ബാബ വന്ന് നമ്മളെ ശ്രേഷ്ഠരാക്കി മാറ്റുന്നത് എന്ന് ബാബ പറയാം. ജോ അച്ഛാ പുരുഷാർത്ഥ് കർത്തേ ഹേ വഹ് രാജാ റാണി ബൻ ജാത്തെ ഹേ. ജോ പുരുഷാർത്ഥ് നെഹി കർത്തേ വഹ് ഖരീബ് ബൻ ജാത്തെ ഹേ. ബാബ പറയുന്നത് ആരാണോ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുന്നത് അവര് രാജാ റാണിയായിട്ട് മാറും. ആരാണോ ഒട്ടും പുരുഷാർത്ഥം ചെയ്യാത്തവര് അവര് ദരിദ്രരായിട്ട് മാറുന്ന് ബാബ പറയാം. തക്ദീർ മേ നെഹി ഹേ തോ തദ്ബീർ കർ നെഹി സക്തേ. അപ്പൊ ബാബ പറയുന്നത് ഭാഗ്യത്തിലില്ല എങ്കിൽ അവര് പരിശ്രമവും ചെയ്യില്ല. കൊയ്ത്തോ ബഹുത്ത് അച്ചി തക്ദീർ ബനാ ലേത്തേ ഹേ. ബാബ പറഞ്ഞ ചിലരാണെങ്കിലോ നല്ല രീതിയിൽ അവരുടെ ഭാഗ്യം ഉണർത്തും. ഹർ ഏക് അപ്പനേക്കോ ദേഖ് സക്തേ ഹേ കി ഹം ക്യാ സർവീസ് കർത്തേ ഹേ. ഓരോരുത്തർക്കും അവരവരിലൂടെ അവരവരെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ എത്രമാത്രം സർവീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും സ്വയം മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതാണ് ബാബ പറയുന്നത്. അച്ഛാ मीठे मीठे सिकीलदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी मात पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. निधारण പറയാണ് ബാബ. ഫസ്റ്റ് പോയിന്റ്, रूप बसंत बन मुख से सदैव रत्न निकलते हैं. बहुत बहुत मीठा बनना है, कभी भी पत्थर नहीं निकलना है. അതായത് ബാബ പറയുന്നത് രൂപ ബസന്തായിട്ട് മാറി വായിലൂടെ സദാ ജ്ഞാനരത്നങ്ങളായിരിക്കണം വരേണ്ടത്. വളരെ വളരെ മധുരമായിട്ട് മാറണമെന്ന് പറയാ ബാബ. അതുപോലെ ബാബ പറയുന്നത് ഒരിക്കലും വായിൽ നിന്ന് കടുത്ത വചനങ്ങൾ, അതായത് കല്ലുകൾ വിടരുത് എന്ന് പറയുന്നത് ബാബ എന്താണ്, കടുത്ത വാക്കുകൾ ഒരിക്കലും വായിൽ നിന്ന് വരരുത് എന്ന് പറയാ ബാബ. സെക്കൻഡ് പോയിന്റ്, ജ്ഞാൻ ഓർ योग में तीखा बन अपना और दूसरों का कल्याण करना है. ജ്ഞാനത്തിലും യോഗത്തിലും വളരെയധികം തീവ്രമായിട്ട് മാറിയിട്ട് സ്വയത്തിൻ്റെയും അതുപോലെ മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം. अपनी ഊഞ്ച തക്ദീർ ബനാനേക്ക പുരുഷാർത്ഥ് കർണാ ഹേ. അതായത് നമ്മൾ നമ്മളുടേതായ ഉയർന്ന ഭാഗ്യമുണ്ടാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. അന്തോം കി ലാട്ടി ബന്നാ ഹേ. അന്ധന്മാരുടെ ഊന്നുവടിയായിട്ട് മാറണമെന്ന് ബാബ പറയാം. ഈ ബാബ വരദാനം പറയുന്നത് സന്തുഷ്ടത ദ്വാര സർവ്വസേ പ്രശംസ പ്രാപ്ത് കർണേ വാലേ സദാ പ്രസന്നചിത്ത് ഭവ. അപ്പം ബാബ പറയുന്നത് സന്തുഷ്ടതയിലൂടെ എല്ലാവരുടെയും പ്രശംസയ്ക്ക് പ്രാപ്തമാകുന്ന സദാ പ്രസന്ന ചിത്തഭവ, സദാ പ്രസന്ന ചിത്തരായിട്ട് ഭവിക്കട്ടെ എന്ന് ബാബ പറയാം. സന്തുഷ്ടത കി നിശാനി പ്രത്യക്ഷ രൂപമേ പ്രസന്ന ദിക്കായി ദേഗി ഓർ ജോ സദാ സന്തുഷ്ട വ പ്രസന്ന രഖ്തേ ഹേ ഉൻകി ഹർ ഏക് പ്രശംസ അവശ്യ കർത്തേ ഹേ. ബാബ പറയുന്നത് സന്തുഷ്ടതയുടെ അടയാളം പ്രത്യക്ഷ രൂപത്തിൽ പ്രസന്നത കാണപ്പെടുന്നു പറയാ ബാബ. സന്തുഷ്ടത ഉണ്ടെങ്കിൽ പ്രസന്നത ഉണ്ടായിരിക്കും. ജോ സദാ സന്തുഷ്ടവ പ്രസന്ന രഹിതേ ഹേ. അതായത് ആരാണോ സദാ സന്തുഷ്ടമായിരിക്കുന്നത് അല്ലെങ്കിൽ സദാ പ്രസന്നമായിരിക്കുന്നത് അവർ മറ്റുള്ളവരുടെ എല്ലാം പ്രശംസ നേടും. तो പ്രശംസ പ്രസന്നത സേ ഹി പ്രാപ്ത് കർ സക്തേ ഹോ. ബാബ പറയുന്നത് പ്രശംസ ഏതിലൂടെയാണ് പ്രാപ്തമാകുന്നത്? പ്രസന്നതയിലൂടെയാണ് പ്രശംസ പ്രാപ്തമാകുന്നതെന്ന് പറയാ ബാബ. इसलिए सदा संतुष्ट और प्रसन्न रहने की
विशेष वरदान स्वयं भी लो और औरों को भी दो, क्योंकि यह यज्ञ की अंतिम आहुति സർവ ബ്രാഹ്മണോം കി സദാ പ്രസന്നത ഹേ. അപ്പം ബാബ പറയുന്നത് ഇത് പ്രശംസ ഇതിലൂടെ കിട്ടുക, പ്രസന്നതയിലൂടെയാണ്. അതുകൊണ്ട് ബാബ പറയുന്നത് സദാ സന്തുഷ്ടമായിട്ടിരിക്കുക അല്ലെങ്കിൽ സദാ പ്രസന്നമായിരിക്കുക എന്നുള്ള വരദാനം നമ്മൾ സ്വയത്തിലും കൊണ്ടുവരൂ. അതുപോലെ ബാബ പറയുന്നത് മറ്റുള്ളവരിലും കൊണ്ടുവരൂ എന്ന് പറയാം ബാബ. സദാ സന്തുഷ്ടമായിരിക്കുക, സദാ പ്രസന്നമായിരിക്കുക. അപ്പം എന്ത് കിട്ടും? പ്രശംസ. പ്രശംസയ്ക്ക് പാത്രമാകുമല്ലോ, അതാ ബാബ പറയുന്നത്. പിന്നെ ഈ യജ്ഞത്തിൻ്റെ ആഹൂതി എപ്പോഴാണുള്ളത്? എല്ലാ ബ്രാഹ്മണരും സദാ പ്രസന്നമായിരിക്കുക. ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ യജ്ഞത്തിൻ്റെ ആഹൂതി ഉണ്ടാകുന്ന ബാബ പറയാം. ജബ് സബി സദാ പ്രസന്ന രഹേങ്കെ തബ് പ്രത്യക്ഷതാ കാ ആവാസ് ഗുഞ്ചേഗെ. അപ്പം ബാബ പറയുന്നത് എപ്പോഴാണോ എല്ലാവരും സദാ പ്രസന്നമായിട്ടിരിക്കുന്നത് അപ്പോൾ പ്രത്യക്ഷതയുടെ ആ ഒരു ശബ്ദം മുഴങ്ങും. അർത്ഥാത് വിജയിക്ക ജണ്ട ലഹരായേക, അതായത് വിജയത്തിൻ്റെ കൊടി പാറും. എപ്പോഴാണോ എല്ലാ ബ്രാഹ്മണാത്മാക്കളും സദാ പ്രസന്നമായിരിക്കുന്നത് അപ്പോഴാണ് ഈ വിജയത്തിൻ്റെ കൊടി പാറുക എന്ന് ബാബ പറയാം. സ്ലോഗൻ डायमंड बनने का മെസ്സേജ് देना ही ഡയമണ്ട് ജൂബിലി മനാനാ ഹേ. അപ്പോൾ ബാബ പറയുന്നത് ഡയമണ്ടായി മാറി, ഡയമണ്ടായിട്ട് മാറ്റുന്നതിൻ്റെ മെസ്സേജ് കൊടുക്കുക, അപ്പോഴാണ് ഈ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുക എന്ന് ബാബ പറയാം. അവ്യക്ത ഇഷാര ഏകാന്ത പ്രിയ ബനോ ഏകത ഓർ ഏകാഗ്രതാക്കോ അപ്പനാവോ. ഇപ്പോൾ ഈ മാസത്തെ അവ്യക്ത സൂചന എന്ന് പറയുന്നത് ഏകാന്തപ്രിയരായി മാറി ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കുവാണല്ലോ. ഏകാന്തവാസി ബന്ന അർത്ഥാത് ചാരോം ഓർക്കെ വൈബ്രേഷൻ സെ പരേ ചലേ ജാന. അതായത് ഏകാന്തവാസിയാകുക അർത്ഥം എന്താണ്? 4 ഭാഗത്തുമുള്ള എല്ലാ വൈബ്രേഷനിൽ നമുക്ക് ഉപരിയായിട്ടിരിക്കുക, അതാണ് ഏകാന്തവാസിയാകുക. കൈ ഏസാ ഹോത്താ ഹേ जिन्हें एकांत पसंद नहीं आता, संगठन में रहना, हंसना, बोलना ज़्यादा पसंद आता, लेकिन यह हुआ ബാഹർ മുഖദാമേ ആന. അപ്പോൾ ബാബ പറയുന്നത് ചില കുട്ടികളുണ്ട്, അവർക്ക് ഏകാന്തമായിട്ടിരിക്കുക അത് അവർക്ക് അത്ര ഇഷ്ടമല്ല എന്ന് പറയാം. അതായത് സംഘടനയിലിരിക്കുക, ചിരിക്കുക, സംസാരിക്കുക, കളിക്കുക, അതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. പക്ഷെ ബാബ പറയുന്നത് ഇത് ബാഹർ മുഖതയിലേക്ക് വരിക എന്നുള്ളതാണെന്ന് പറയാം. അബി അപ്പനേക്കോ ഏകാന്തവാസി ബനാവോ. ഇപ്പം നിങ്ങൾ സ്വയത്തെ ഏകാന്തവാസിയാക്കി മാറ്റൂ. അർത്ഥാത് സർവ് ആകർഷൺ കെ വൈബ്രേഷൻ സെ അന്തർമുഖ് ബനോ. അതായത് ഏകാന്തവാസിയാകുക അർത്ഥം എന്താ ബാബ പറയുന്നത്? എല്ലാ ആകർഷണങ്ങളുടെ വൈബ്രേഷൻ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നെല്ലാം അന്തർമുഖിയായിട്ടിരിക്കുക, അതിൽ നിന്നൊക്കെ ഉപരിയായിട്ടിരിക്കുക. अब समय ऐसा आ रहा है जो यही अभ्यास काम में आएगा. ഇപ്പം അങ്ങനെയുള്ള സമയമാണ് വരുന്നത്. ഈ ഒരു അഭ്യാസം, അതായത് ഏകാന്തവാസിയായിട്ട്, അതായത് എല്ലാ വൈബ്രേഷനിൽ നിന്നെല്ലാം അന്തർമുഖിയായിട്ടിരിക്കുക എന്നുള്ള ആ ഒരു അഭ്യാസം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഉപയോഗത്തിൽ വരുന്ന ഒരു സമയമാണ് വരുന്നതെന്ന് ബാബ പറയാം. അഗർ ബാഹർ കി ആകർഷൺ കെ വശീഭൂത് ഹോനെ കാ അഭ്യാസ് ഹോഗാ തോ സമയ പർ ധോക്ക ദേ ദേങ്ക. അപ്പോൾ ബാബ പറയുന്നത് ഇപ്പം നിങ്ങൾ പുറമേയുള്ള വൈബ്രേഷനുകളിൽ കുടുങ്ങിയിരിക്കുക എന്നുള്ള ആ ഒരു ഇതിന് നിങ്ങൾ വശീഭൂതമാവുകയാണെങ്കിൽ, അങ്ങനൊരു അഭ്യാസമാണ് നിങ്ങളിലുള്ളെങ്കിൽ സമയത്തിന് നിങ്ങൾ ചതിക്കപ്പെടുമെന്ന് പറയാം ബാബ. കാരണം വരാനുള്ള സമയം എന്ന് പറയുന്നത് എന്താണ്? ചുറ്റുപാടുമുള്ള എല്ലാ വൈബ്രേഷനിൽ നിന്നെല്ലാം ഉപരിയായിട്ടിരിക്കുക, ആ ഒരു സമയമാണ് വരാൻ പോകുന്നത്. ആ ഒരു കാര്യം അഭ്യാസം ചെയ്യും, ആ ഒരു അഭ്യാസം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് സമയത്ത് നമുക്കത് ഉപയോഗത്തിൽ വരും. ഇല്ലെങ്കിൽ നമ്മൾ എന്താ ബാബ പറയുന്നത്? നിങ്ങൾ ബാഹർമുഖതയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ സമയത്ത് ചതിക്കപ്പെടുമെന്ന് ബാബ പറയാം. ഓം ശാന്തി. ഓം ശാന്തി.
बनो राजयोगी मेरे प्यारो बनो राजयोगी राजयोगी बनो राजयोगी मेरे प्यारो बनो राजयोगी राजयोगी बनो राजयोगी जिंदगी में परम शांति होगी मेरे प्यारो बनो राजयोगी राजयोगी बनो राजयोगी मन का दर्पण दमकने लगेगा आत्मचिंतन चमकने लगेगा मन का दर्पण दमकने लगेगा आत्मचिंतन चमकने लगेगा योग पथ पर जरा चल के देखो सारा जीवन महकने लगेगा सारी काया हो सारी काया बनेगी निरोगी मेरे प्यारो बनो राजयोगी राजयोगी बनो राजयोगी योग मानव को संयम सिखाता संतुलन आचरण में लाता आत्मा और परमात्मा का ये मिलन हर घड़ी है कराता योग महिमा हो योग महिमा कभी कम न होगी मेरे प्यारो बनो राजयोगी जिंदगी में परम शांति होगी मेरे प्यारो बनो राजयोगी राजयोगी बनो राजयोगी ओम शांति ओम शांति ओम शांति ओम शांति 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 ओम शांति।